മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ ധവളപത്രം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ സഭയിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. സർ, ശരിക്കും ധവളപത്രം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ഒരു സീക്രട്ട് സെക്ഷൻ, സീക്രട്ട് സ്കീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിന്? അല്ല, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഇല്ല. ധവളപത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ചിത്രം സാമൂഹ്യ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക രംഗത്ത് അതിനെ കുറിക്കുന്ന വ്യക്തമായ ചിത്രമാണ്. അതിനകത്ത് എന്ത് സീക്രസി ഉള്ളത്? അതിനകത്തൊരു സീക്രസിയുടെ ആവശ്യമില്ല. കാരണം അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ അതിന് എല്ലാവരും സംബന്ധിച്ചറിയാം. കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക രംഗം വളരെ പതറ്റിക് സിറ്റുവേഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ധവളപത്രം ഉണ്ടെങ്കിൽ രേഖയാണെന്ന് മാത്രമേ ഉള്ളൂ. ധവളപത്രം ഇല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം കേരളം സാമ്പത്തികമായിട്ട് കടക്കെണിയിലാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ധവളപത്രത്തിൽ പറയുന്ന 5.07 ലക്ഷം കോടി രൂപ എന്നാണ്. ഞാൻ ധരിച്ച 6 ലക്ഷം കോടിയെന്ന് ഞാൻ വിചാരിച്ചത്. അത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കട്ടുമുടിക്കുകയായിരുന്നു ഇവര്. പിണറായി വിജയനും കൂട്ടരും കട്ടുമുടിക്കുകയായിരുന്നു. ആ പിണറായി വിജയനും കൂട്ടരും മാത്രമൊന്നുമല്ല, അതിനുമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരും മോശക്കാരൊന്നുമല്ല. അഴിമതിയുടെ അവതാരങ്ങളായിരുന്നു ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കേരളം ഭരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാർക്കാർക്കും കേരളത്തിന്റെ വികസനത്തിന് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. ഏറെ പേരും ഭരിച്ചത് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഈ ധവളപത്രത്തിൽ നമ്മൾ പറയുന്നത്, ഈ ധവളപത്രം പ്രതിപക്ഷം പറയുന്ന പോലെ അല്ലെങ്കിൽ ഭരണപക്ഷി കക്ഷി പറയുന്ന പോലെയുള്ള ധവളപത്രത്തിന് ഈ പറയുന്ന പവിത്രതയൊന്നുമില്ല. ആകെയുള്ളൊരു വസ്തുത, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ആ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നത് കേരളം ഒരു കടക്കെണിയിലാണ്. കേരളത്തിലെ കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ അവരവരുടെ ധർമ്മം നിർവഹിക്കുന്നില്ല. കേരളത്തിന് സാമ്പത്തികമായിട്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പരിപാടികളില്ല. ഇതിനകത്തൊരു ചരിത്രത്തിന്റെ പഠനാവശ്യമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ പേരുകൾ വരുന്ന പറയട്ടെ, ധവളപത്രത്തിൽ ഇറക്കട്ടെ. കെ കരുണാകരന്റെ കാലത്ത് എത്ര സ്ഥാപനങ്ങളുണ്ടായി? എ കെ ആന്റണിയുടെ കാലത്ത് എത്ര സ്ഥാപനങ്ങളുണ്ടായി? ഈ എസ് സി അച്യുതന്റെ കാലത്ത് എത്ര സ്ഥാപനങ്ങളുണ്ടായി? അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര സ്ഥാപനങ്ങളുണ്ടായി? പിണറായി വിജയന്റെ കാലത്ത്, വി എസ് അച്യുതാനന്ദന്റെ കാലത്ത്? അത് ഒരു കണക്കൊന്ന് പറയട്ടെ. എനിക്ക് കൃത്യമായിട്ട് ഒരു കണക്ക് പറയാൻ സാധിക്കും. 936 തുടങ്ങിയിട്ട് 46 വരെയുള്ള സർ സി പി രാമസ്വാമി അയ്യർ കേരളം ഭരിക്കുന്ന സമയത്ത്, തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൽ ആരംഭിച്ചത് 36 വൻകിട സ്ഥാപനങ്ങളാണ്. ഇത് ഡോക്യുമെന്റിലാണ് സാധനം. ഇത് ഈ തരത്തിൽ നമ്മളിപ്പോ ധവളപത്രം ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ടല്ല കാര്യം. എന്താണ് കേരളത്തിന്റെ പതനത്തിന് കാരണം? എന്താണ് കേരളത്തിന്റെ ആളുകളുടെ മാനസികമായിട്ടുള്ള നിലയുടെ പ്രശ്നം? ഇപ്പൊ കേരളത്തിൽ എങ്ങനെയാ കടക്കെണിയിൽ വരിക? ഒരു വർഷം കേരളത്തിൽ എത്ര രൂപയാണ് ഏഴര അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്നത്? ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കണ്ടെന്നല്ല പറയുക. 45,000 കോടി രൂപയാണ് ഒരു വർഷം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ ഒരു ധവളപത്രം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും പറയുന്നത്, ഇങ്ങനെ ഒരു ഈ ഒരു ധവളപത്രം തയ്യാറാക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫിനാൻസ് മന്ത്രി അതുപോലെ തന്നെ 1-2 ആളുകൾ മാത്രം കണ്ട് തയ്യാറാക്കേണ്ടതാണ്. അതിൻ്റെ അപ്പുറത്തേക്കും ഇതൊരു കമ്മിറ്റിയിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിലേക്ക് കൊണ്ടുപോവുക, ഇതൊക്കെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ, കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഭാവിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടാകും. ഇത് ലംഘനമാണ്. അങ്ങനെ ഒരു നിയമലംഘനം ഇതിലുണ്ടോ? ഇതിനകത്ത് ഒരു നിയമലംഘനവും ഇല്ല. സത്യം സത്യമായിട്ടും വസ്തുതയായിട്ടും തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടണം. നമുക്ക് കുറെ കടമുണ്ടെന്നിരിക്കട്ടെ, ഈ കടം ഒരിക്കലും ആരും അറിയണ്ടെന്ന് പറഞ്ഞിരുന്നാലോ എങ്ങനെ ശരിയാവുക? ഇല്ലാന്ന് മാത്രമല്ല, നമുക്ക് ഈ രാജ്യത്തിന്, കേരളത്തിന് വലിയ കടമാണ്. പക്ഷേ പിണറായി വിജയൻ വളരെ സമ്പന്നനാകുന്നു, കേരളം വലിയ കടക്കണിയിലാണ്, ബാലഗോപാൽ സമ്പന്നനാകുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്പന്നമാകുന്നു. ഇതെങ്ങനെ ശരിയാവുക? ഈ സാമ്പത്തികമായിരിക്കുന്ന നാടിൻ്റെ കൃത്യമായിട്ട് ചിത്രം ബോധ്യപ്പെടണം. എത്ര രൂപ കടം നാടിനുണ്ട്, എത്ര വരുമാനം കേരളത്തിൽ ഒരു വർഷം വരുന്നുണ്ട്, ഒരു ചിത്രം വരേണ്ടതല്ലേ? അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്ത്, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത്, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായിട്ട് ധവളപത്രം പുറത്തിറക്കണം. അങ്ങനെ ഒരു സമയത്ത് കേവലം സാമ്പത്തികം മാത്രമല്ല, സാമ്പത്തികം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വണമെങ്കം ഇതിനകത്ത് പലതിലും ഒന്ന് മാത്രമാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. എല്ലാം കൂടി കൂടിച്ചേരുന്നതാണ് ശരിക്കത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കേരളം അനാവശ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ നിർബന്ധിതമായിരിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ മേയറോട് സംസാരിക്കുമ്പോൾ അവിടെ വരുന്ന വരുമാനത്തിന്റെ ഏകദേശം 2/3 ഭാഗം കൊടുക്കുക ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ഇത് പേയ്മെന്റ് ഒക്കെ അവർ ടാക്സ് ഒക്കെ ഓൺലൈനിൽ വാങ്ങിച്ചൂടാ? ഇത്രയും ജീവനക്കാരോട് ആവശ്യമുണ്ടോ? എന്നിട്ട് ഈ ജീവനക്കാർക്ക് വേറെ ജോലിക്ക് പോട്ടെ, എന്തുകൊണ്ട് അവർ പറഞ്ഞയച്ചുകൂടാ? ഇത്ര അവർക്ക് ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളം കൊടുത്തിട്ട് ഇവര് 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു, 90 വയസ്സിൽ മരിക്കുന്ന സമയത്ത് 34 വർഷത്തെ പെൻഷൻ കൊടുക്കുന്നു, ഭാരിച്ച ശമ്പളം കൊടുക്കുന്നു, അതിനേക്കാൾ ഭാരിച്ച് പെൻഷൻ കൊടുക്കുന്നു. ഇത് നാടിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥയെ
തകിടം മറിക്കുന്നതാണ്. എന്നുവെച്ചാൽ ക്രിയാത്മകമായിരിക്കുന്ന ഒരു കാര്യത്തിന് ഇവർ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ക്രിയാത്മകമായുള്ള കാര്യത്തിന് കേരളത്തിലെ സാമാന്യ ജനങ്ങളെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. വ്യവസായ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. വാണിജ്യ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അങ്ങനെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളർത്താൻ വേണ്ടി സാധിക്കണം. ഇന്നിപ്പോൾ അതല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയന്റെ വിഷമവും ബാലഗോപാലിന്റെ വിഷമമൊക്കെ ശരിക്കതാണ്. സ്വന്തം ഭരണകാലത്ത് ഒരു കാര്യങ്ങളും വ്യവസായ രംഗത്ത് വാണിജ്യ രംഗത്ത് ഒന്നും ഒരു തരത്തിൽപ്പെട്ട വികസനങ്ങൾ ഉണ്ടായിട്ടില്ല. തീർച്ചയായും സാർ, ഈ ഒരു ധവളപത്രത്തിന്റെ രേഖകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ 77% നിർബന്ധിത ചെലവായി കണക്കാക്കുന്നത്. അതിൽ ശമ്പളവും പെൻഷനും ഒക്കെ ഉൾപ്പെടെ നമുക്ക് വരുമാനത്തിന്റെ 77% എന്ന് പറയുന്നത് നിർബന്ധിത ചെലവാണ്. ഇതിന്റെ ഒരു മറുവശമുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവികനായിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്രയെന്ന് നമ്മൾ കണക്കിലെടുക്കണം. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ഇതിനകത്തൊരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നോ? കെ കരുണാകരൻ മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നോ? സി അച്യുതനും മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നോ? മാറ്റം ഉണ്ടാക്കാൻ ഇവരാരും ശ്രമിച്ചിട്ടില്ല. പരമാവധി കേരളത്തെ കട്ടുപിടിക്കാനുള്ള പരിശ്രമമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിമാരുടെ കാലത്തേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ പതനത്തിന് കാരണമാണ്. കേരളത്തിൽ വ്യവസായ രംഗത്ത് കേരളത്തിൽ കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിനിടയ്ക്ക് പൂട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളെ കണക്കെടുക്കട്ടെ ഇവര്. അത് ധവളപത്രത്തിൽ അതുകൂടി വരണമല്ലോ. അല്ല സാർ, 192 പേജുകളാണുള്ളത്. അതിൽ പ്രസ്തുത ഭാഗങ്ങളാണ് കടവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ ഒരു നിർബന്ധിത ചെലവ്, അതുപോലെ തന്നെ കിഫ്ബി, ഇതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. 192 പേജുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഈ ഒരു ധവളപത്രം കേരളത്തിൽ അതിലുണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കേരളത്തിൽ അടച്ചുപൂട്ടിയുള്ള വ്യവസായങ്ങളുടെ കണക്കുകൾ ഇവർ പറയില്ല. കാരണം അടച്ചുപൂട്ടിയ വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ കാര്യത്തിൽ UDF LDF ഒരേപോലെ പങ്കുണ്ട്. നിരവധി സ്ഥാപനങ്ങൾ ഇവർ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ. കേരളത്തിന്റെ തനിമയായിരുന്ന പട്ടുനൂലിന്റെ സ്ഥാപനമുണ്ട്, പെരുമ്പാവൂർ അയൺസ്, മാവൂർ അയൺസ്, അതൊക്കെ അടച്ചുപൂട്ടിയല്ലോ. എന്തായാലും കാരണം ഈ ഒരു സമയത്ത് 1914 ശേഷം ജപ്പാനെ ഏറ്റവും മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള, ലോകത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും പട്ടുനൂലായിരുന്നു. ഇത് സർ സി പി രാമസ്വാമിയർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സർ സി പി രാമസ്വാമിയർ മാത്രമല്ല, സർ സി പി രാമസ്വാമിയരെ സംബന്ധിക്കുന്ന പുസ്തകം എഴുതിയിട്ടുള്ള MP സുകുമാരൻ നായരുണ്ട്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം, ഇൻഡസ്ട്രീസ് സെക്രട്ടറി. ആ സുകുമാരൻ നായർ പുസ്തകത്തിനകത്ത്, കേരളത്തിന്റെ വ്യവസായത്തെ സംബന്ധിക്കുന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഇക്കാര്യം. പട്ടുനൂലിന്റെ വ്യവസായം, അതുപോലെ തന്നെ സ്പോഞ്ചിന്റെ വ്യവസായം, ടൈറ്റാനിയം സ്പോഞ്ച് കമ്പനി കൊല്ലത്ത്. എന്താ എനിക്കിപ്പോൾ അവസ്ഥ? ഇന്ത്യക്ക് മൊത്തം ആവശ്യമുള്ള സ്പോഞ്ചിന്റെ 40% പ്രൊഡക്ഷൻ ഉള്ളത് ടൈറ്റാനിയം സ്പോഞ്ചിലായിരുന്നു. ഇന്നിപ്പോൾ എത്ര അതിന്റെ പ്രൊഡക്ഷൻ എത്ര ഉള്ളത്? അത് 60% ബാക്കി വരുന്നത് എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്? ചൈനയിൽ നിന്നല്ലേ. ഇപ്പൊ കരിമണലിന്റെ പ്രശ്നം എന്താ കാരണം? ഈ കരിമണലിന്റെ പേരിൽ കരിമണൽ അങ്ങോട്ട് ഒഴുകിപ്പോയിക്കോട്ടെ, അത് ശ്രീലങ്കയിലേക്ക് പോയിക്കോട്ടെ, അപ്പോൾ ചൈനയിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന ആളുകളല്ലേ. അത് കേരളത്തിൽ ഇത്തരം മിനറൽസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ ആവിഷ്കരിക്കണം. ഞാൻ ധവളപത്രം ഇറക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആരും പൊങ്ങിച്ചൊന്നും പറയണ്ട. ഈ ധവളപത്രം അതിൻ്റെ കോൺസിക്വൻസീസ്, അതിൻ്റെ ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മാറ്റം വരുത്തേണ്ടത്, അതിനെക്കുറിച്ചൊരു വലിയൊരു പഠനം നടക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന് കേരളത്തിൻ്റെ ജനങ്ങളുടെ സ്വഭാവത്തിൽ അതിലായിട്ട് മാറ്റം വരുത്താൻ സാധിക്കണം. ഈ വേർപ്പിൻ്റെ അസുഖം രാഷ്ട്രീയക്കാർക്കും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേർപ്പിൻ്റെ അസുഖം മാറ്റിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന് വലിയ വികസനം ഉണ്ടാവുന്നതാണ് ഞാൻ ധരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇപ്പോൾ ഇവിടെ നിയമസഭയിൽ ചർച്ചയുടെ ഒരു ഭാഗം ഞാനും കേട്ടു. വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ തമ്മിലുള്ള തർക്കം, ആ ഒരു തർക്കത്തിനപ്പുറത്ത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തോട്ടെ, വിരോധമൊന്നുമില്ല. പക്ഷെ അത് KSRT നിലനിർത്താൻ സഹായിക്കുമോ? അത് ഈ ധവളപത്രത്തിലുണ്ടോ? എനിക്കറിയില്ല. അതുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അല്ല, ഈ ഒരു ധവളപത്രം എന്ന് പറയുന്നത് സാമ്പത്തിക ആരോഗ്യത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് മാത്രമാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അങ്ങനെ ആയിട്ടൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല. കേരളത്തിന്റെ യഥാർത്ഥമായുള്ള ചിത്രം ഈ പറയുന്ന ധവളപത്രത്തിൽ കൂടി വരുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയമുള്ളത്. അതിന് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് പ്രതിപക്ഷ നേതാവ് വായിച്ചിട്ട് പറഞ്ഞതല്ല, വായിക്കാതെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു വെറും സ്റ്റേറ്റ്മെന്റ് ആണ്. ഭയമായിട്ട് നമുക്ക് തോന്നേണ്ടതുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ ധവളപത്രം ഇറക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതാണ്, ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട. പക്ഷെ അതേ പേടിയല്ലേ ഈ ധവളപത്രം വായിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്? അല്ല, പ്രതിപക്ഷത്തിന് ധവളപത്രത്തെ കുറിക്കുന്ന ആശങ്ക, അവർ ഈ നാടിന്റെ വികസനത്തെ കുറിക്കുന്ന ഒരു ചിന്ത അവരെ സംബന്ധിച്ചില്ല. ഈ നാട് ആര് കുളം കുരിയല്ല, അവർക്ക് യാതൊരു വേദനയില്ല.
അവർക്കൊരു യാതൊരു ദുഃഖവുമില്ല. പിണറായി വിജയൻ്റെ മരുമകനോ ആരൊക്കെ നാട് എന്തെല്ലാം കുളം കൂരിയാൽ തന്നെ തലമുറകളോളം ജീവിക്കാനുള്ള അവർ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സ്വന്തം പാർട്ടിയുടെ അടിയന്തരം അദ്ദേഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ. പാർട്ടിയുടെ അടിയന്തരം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, എനിക്ക് സുഖമായിട്ട് പാൽപ്പായസം കൂട്ടിയിട്ട് ഊണ് കഴിക്കണം എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ധവളപത്രം എന്ന് പറയുന്നത് എന്താണെന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ പ്രസ്താവനകൾ ശരിയല്ല. ധവളപത്രം കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സർവേ ആണ് നടത്തിയിരിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന ഡോക്ടർ ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളുണ്ട്, മഹാപണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളാണ്. ആ തരമുള്ള ആളുകൾ തയ്യാറാക്കുന്നതിനകത്ത് രാഷ്ട്രീയ നീക്കം ഉണ്ടാവാൻ സാധ്യതയില്ല. ആ തരത്തിൽ ധവളപത്രം കേരളത്തിൻ്റെ വികസനത്തിന് അനിവാര്യമാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെയുള്ള ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, സാമ്പത്തിക രംഗങ്ങളിൽ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അതുകൂടി കൂടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അടുത്ത നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം.